എപ്പോഴും ഒരാളുടെ അനുമതി ഇല്ലാതെ അവരുടെ ഒരു കാര്യം നമ്മൾ ചോദിക്കത്തില്ല. ഈ ഒരു സ്റ്റേറ്റ് ഇപ്പോൾ അവർക്ക് കൊടുക്കുന്ന വാക്കാ. നമ്മൾ ഹിപ്നോസ് ചെയ്യുമ്പോൾ തന്നെ നോട്ട് ചെയ്താലും പബ്ലിക് ചെയ്താലും എവിടെ ചെയ്താലും ചേട്ടാ എൻ്റെ രഹസ്യങ്ങളൊന്നും പുറത്ത് പറയല്ലേ, കാമുകിയുടെ പേര് പുറത്ത് പറയല്ലേ, അങ്ങനെ നമ്മളെപ്പോഴും പറയും ഇല്ല അതൊന്നും പറയത്തില്ല, നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് മാത്രമാണ് നമ്മുടെ ഹിപ്നോസ് ചെയ്യുന്നത്. ചെറിയ എൻ്റർടൈനിങ് മാത്രം, അല്ലാണ്ട് അവരുടെ പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാര്യങ്ങളോ അവർ ആരും പറയാനായിട്ട് ഹൈഡ് ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നും നമ്മൾ ചോദിക്കത്തില്ല. അത് നമുക്ക് അറിയാൻ വേണ്ട. അങ്ങനെ അവരുടെ അനുമതി ഇല്ലാതെ അവരുടെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവരാനൊന്നും പറ്റത്തൊന്നുമില്ല. അവരുടെ അനുമതി ഇല്ലാതെ പറ്റില്ല. അവരുടെ നാക്കിന്ന് നമുക്ക് കേൾക്കാനും പറ്റത്തുള്ളൂ. ഒരാൾ ഇപ്പം ഹിപ്നോട്ടിസം ചെയ്യാൻ പോകുമ്പോൾ റെസിസ്റ്റ് ചെയ്താല് എന്താ ശരിക്കും സംഭവം? അവർ പോകത്തില്ല, ആ സ്റ്റേറ്റിൽ പോകത്തില്ല, റെസിസ്റ്റ് ചെയ്താൽ പോകത്തില്ല. ഇപ്പം നമ്മൾ ഏറ്റവും റിലാക്സിങ് സ്റ്റേറ്റിൽ നിൽക്കുന്ന സമയത്ത് അതാണ് നമ്മൾ റിലാക്സേഷൻ ആണ് ബോഡി കൊണ്ടുവരുന്നത്, മനസ്സിനും ശരീരത്തിനും റിലാക്സേഷൻ കൊടുക്കുമ്പോഴാണ് ഹിപ്നോസ് എന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അവർക്ക് താല്പര്യം, അവർ ടെൻസ്ഡ് ആയിട്ടിരിക്കുകയാണ്, ഒരിക്കലും പറ്റുമോ, സ്വന്തമായിട്ട് ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പം മൊബൈൽ ഫോൺ ബെല്ലടിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ചിന്തിച്ചാൽ പോകത്തില്ല. ഇപ്പം എനിക്ക് പോകാൻ താല്പര്യമില്ല, കൈയൊക്കെ ടൈറ്റാക്കി പിടിച്ചിരിക്കുക, ഇങ്ങനെ നിൽക്കുക, പോകില്ല.